2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സീസണിലേക്ക് കൊലവാർന്ന കൊമ്പന്മാരെ പലരും ടീമിലെത്തിക്കുന്നുണ്ട്. ബദ്ധവൈരികളായവർ വമ്പരെ ടീമിലെത്തിക്കുന്നതിൽ ഒരു മത്സരം തന്നെ ഉടലെടുപ്പിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണാൻ പോകുന്ന ഏറ്റവും വലിയ ത്രില്ലിംഗ് സീസണിലേക്ക് പലരും കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. ആശാന്മാരും തന്ത്രജ്ഞന്മാരും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ. ഇതിലേക്കിതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വക മറ്റൊരു നീക്കം. അതെ, അങ്ങ് ഫ്രാൻസിന്റെ രണാങ്കളത്ത് നിന്നും ഒരു പടക്കോപ്പിനെ കൊമ്പന്മാർ തട്ടകത്തിലെത്തിച്ചിരിക്കുന്നു. പലരുടെയും പ്രതീക്ഷകൾക്ക് മുമ്പിൽ ഒരു വില്ലനെ പോലെ അവതാരപ്പിറവിയെടുത്ത ഒരു പ്രതിരോധ പടൻ. കണങ്കാലിലെ പ്രഹരം കൊണ്ട് എതിർവലകളെ പിഴുതെറിയാൻ കെൽപ്പുള്ള ഒരു വജ്രായുധം. മാർക്കോ ലെസ്കോവിച്ച് എന്ന അധികായകന് ശേഷം ആ പ്രതിരോധം ഭദ്രമാക്കാൻ ഇനി ആര് എന്ന ചോദ്യത്തിന് കൊമ്പന്മാർ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. യെസ്, ദിസ് നെയിം ഈസ് ഇനഫ്. അലക്സാണ്ടർ കോയ്ഫ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ISLൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുരതുര ഒരു ഭാഗത്ത് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ടീമുകളും. അതായത് ആ സൈനിങ്ങുകൾ എന്നൊക്കെ പറയുന്നത് ISLനെ തന്നെ നെട്ടിച്ചിട്ടാണ് എന്ന് മാത്രം. ഒരു കപ്പ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പലരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് ചില സൈനിങ്ങൊക്കെ കണ്ടിട്ട്. ഒരു ഭാഗത്ത് മോഹൻ ബഗാൻ എന്ത് കൊടുത്തിട്ടും പലരെയും ടീമിലെത്തിക്കാൻ നോക്കുമ്പോൾ മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാൾ പലയിടത്തുനിന്നും പലരെയും തോണ്ടിക്കൊണ്ട് പോകുന്നൊരു ശൈലി. ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാനും, ഒഡീഷ FC-യും FC ഗോവയും അടക്കം ഒരുപാട് നിരവധി ക്ലബ്ബുകൾ കിടിലൻ സൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരവസ്ഥ ഫാൻസിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ടൈമിലാണ് അവരൊരു പ്രതിരോധ നിരക്കാരനെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ടീമിലെത്തിക്കുന്നത്. അലക്സാണ്ടർ കോയ്ഫ് എന്നാണ് പേര്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കുറച്ച് റൂമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ റൂമേഴ്സും വീഡിയോസൊന്നും ചെയ്യില്ല. ആൾ വന്ന ജസ്റ്റ് ആളുടെ ഒരു പ്ലെയിൻ സ്റ്റൈൽ എനിക്കറിയുന്ന രൂപത്തിലും ചെയ്യും. പിന്നെ കുറച്ച് മാസമൊക്കെ കയറ്റിയിട്ട് കുറച്ച് പ്രതീക്ഷകൾ കൊടുക്കും എന്ന് മാത്രം. അങ്ങനത്തെ വീഡിയോകളാണ് നമ്മൾ പൊതുവെ ഈ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. താരത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഞാനൊരു 2 ദിവസം, അതായത് മിനിയാന്നാണ് പുള്ളിയെ സൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 2 ദിവസം മുമ്പാണ് പുള്ളിയെ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറിവിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് താരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹോപ്പുണ്ട്. ലെസ്കോവിച്ച് എന്ന് പറയുന്ന ആ ഒരു അധികായകന് ശേഷം അതേ നിലയിൽ, അതായത് നമ്മളൊക്കെ സ്വപ്നം കണ്ടുവരുന്ന ആ ഒരു നിലയിലാണ് പുള്ളി കടന്നു വരുന്നത്. സ്വാഭാവികം നല്ല ഹൈറ്റുള്ള ഒരു പ്ലെയറാണ്. ലെസ്കോയെ പോലെ തന്നെ കുറച്ച് ടാക്ലിംഗ് ഒക്കെ ഉള്ള പ്ലെയറാണ്. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കൊരു ഹോപ്പുണ്ട് പുള്ളി ആ ഒരു പകരക്കാരനായിട്ട് അവിടെ തുടരുന്നൊക്കെയുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം നല്ല രീതിയിൽ ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്. അതായത് 185 സെൻറ്റിമീറ്ററോളം ഉയരമുണ്ട് പുള്ളി. അതുപോലെ തന്നെ ഒപ്പം കളിക്കുന്ന മിലോസ് റിൻസിച്ച് ആയാലും നല്ല ഉയരമുള്ള ഒരു കളിക്കാരാണ്. ഇവർ രണ്ടുപേരും കൂടി സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹെഡിങ് അവസരങ്ങളൊക്കെ ഉണ്ടാവും. അതായത് കോർണർ കിക്കെന്നും സെറ്റ് പീസുകളിൽ നിന്നൊക്കെ ഹെഡ് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഒരുപാട് നമുക്ക് നെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പുള്ളിയുടെ പഴയ ക്ലബ്ബിലുണ്ടായിരുന്ന ഒരുപാട് വീഡിയോസും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത്, നല്ല ഹൈറ്റുള്ളൊരു പ്ലെയർ ആയതുകൊണ്ട് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി CDM-ഉം റൈറ്റ് ബാക്കും സെൻറ്റർ ബാക്കും ഒക്കെ കളിക്കുന്നൊരു പ്ലെയറാണ്. സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് റോളിലും അതും കളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈറ്റുള്ളൊരു പ്ലെയർ എന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുന്നേറ്റ നിരക്ക് ഇപ്പോൾ നോവ സദോയ് ആയാലും കോമി പെപ്പർ ആയാലും ജോഷുവ സിറ്റീരിയൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്ലെയേഴ്സിനായാലും നല്ല രീതിയിൽ ലോങ് ബോൾ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കളിക്കാരനായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സാധ്യതയാണ്. അതുപോലെ തന്നെ സെൻട്രൽ നിന്നും പുറകിൽ നിന്നും പന്തെടുത്ത് കൊണ്ടുവന്നിട്ട് മുന്നേറ്റ നിരക്ക് നല്ല കൗണ്ടർ അറ്റാക്കും കൊടുക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് തന്നെയാണ്. സോ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 13ഓളം ക്ലബ്ബുകൾ ഇതുവരെ മാറി മാറി കളിച്ചിട്ടുണ്ട്. കരിയറിൽ 16ഓളം ഗോളുകൾ നേടിയിട്ടുണ്ട്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൻ്റെ അണ്ടർ-60 മുതൽ അണ്ടർ-21 വരെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹം. ലീഗ് 1-ലും സ്പെയിനിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ വിലങ്ങുതടി ഇടുന്ന ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിലൊന്നും വലിയ വിഷയം വെക്കണ്ട. ഇവിടെ ബെക്കാരി കോലിനൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്, നമ്മൾ കണ്ടതുമാണ്. പുള്ളിയുടെ കളിശൈലികൾ നമ്മൾ നിയന്ത്രിച്ചുമാണ്.
ഓക്കെ, അതൊക്കെ നമ്മൾ കണ്ട ആൾക്കാരാണ്. സോ അതിലൊന്നും നമുക്ക് വലിയ ഹോപ്പ് കൊടുക്കാനില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ഓരോ പ്ലേയിങ് സ്റ്റൈൽ കാണുമ്പോഴും ഈ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷ ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.